ഓണം, വിഷു, ഈസ്റ്റർ, ക്രിസ്മസ് ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ അതുപോലെ തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്കുള്ളതായ പച്ചക്കറികൾ നമ്മൾ തന്നെ നട്ടുപിടിപ്പിക്കണം. അതുപോലെ തന്നെ ഓണം, വിഷു, ക്രിസ്മസ്, ഈസ്റ്റർ ഇങ്ങനെയുള്ള വിശേഷങ്ങളിലൊക്കെ ഒരു 5 കറികളെങ്കിലും ഉണ്ടാക്കാനുള്ളതായ പച്ചക്കറികൾ നമ്മുടെ വീട്ടുവളപ്പിൽ നമ്മൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും. ഹലോ, നമസ്കാരം. ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, അപ്പോൾ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. അപ്പം കുറേ പേരിങ്ങനെ പറയാറുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല മിനിച്ചേച്ചി, ഞാൻ തന്നെ ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എങ്കിൽ നമ്മൾ ഒത്തൊരുമയോട് പ്രവർത്തിച്ചാൽ, ഒത്തൊരുമിച്ച് നമ്മൾ ജോലി ചെയ്താൽ നമുക്ക് പല കാര്യങ്ങളും നേടാനും വിജയത്തിലെത്താനായിട്ടും സാധിക്കും. ഒറ്റയ്ക്ക് നമ്മൾ ചെയ്താൽ നമുക്കെല്ലാം ഒന്നും സക്സസ് ആയെന്ന് വരത്തില്ല. നമ്മുടെ തൊട്ട് പുറകിൽ അല്ലെങ്കിൽ നമ്മുടെ മുന്നിലായിട്ട് കുറച്ച് പേര് നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് നല്ല വിജയം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം പച്ചക്കറികൾ കൊണ്ട് ഞാൻ 1-2 കറികൾ ഉണ്ടാക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഇഞ്ചിക്കറിയും പച്ചടിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് നമ്മുടെ സ്വന്തം വീട്ടുവളപ്പിൽ നിന്ന് എടുത്ത സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ വാളരിപ്പയറിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. വാളരിപ്പയർ വെച്ചിട്ട് നല്ലൊരു തോരനും മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ നമുക്ക് വാളരിപ്പയറിൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് അവർ നമുക്ക് എന്തെങ്കിലും വച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. നമ്മൾ സ്നേഹം കൊടുത്താൽ തിരിച്ചെന്തായാലും അവർ സ്നേഹം തരാതിരിക്കത്തില്ല. നമുക്കൊന്ന് അകത്തോട്ട് കയറി നോക്കാം. ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ഒരു വാളരി നട്ടാൽ ഒരു മരത്തേലോട്ടൊക്കെ കയറ്റി വിടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് നിറയെ പിടിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിന് ഇടയ്ക്കൂടെ ഒന്ന് പോയിട്ട് വരാം. അപ്പം ഇവിടെയൊക്കെ വാളരി തണ്ട പിടിച്ച് നിൽപ്പുണ്ട്. ഇഷ്ടം പോലെ വാളരി പിടിക്കുന്നുണ്ട്. വാളരിയെ ആക്രമിക്കാൻ ഒരു ജീവജാലങ്ങളും വരത്തില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എങ്കിൽ വാളരി തിന്നാനായിട്ടും ആളെത്തിയിട്ടുണ്ട്. തത്തയാണെന്നാണ് തോന്നുന്നത്. അപ്പം വാളരിയൊക്കെ തിന്ന് നിർത്തിയേക്കുന്ന കാണണോ നിങ്ങൾക്ക്? ആ നോക്കിക്ക്, വാളരി വരെയും നശിപ്പിച്ച് നിർത്തിയിരിക്കുക കണ്ടോ, അതിൻ്റെ അരി തിന്നാനായിട്ട്. അപ്പം നമ്മുടെ പയറൊക്കെ തത്ത ഇഷ്ടം പോലെ കൊണ്ടുപോകുമായിരുന്നു. അതുകൊണ്ട് ഇവിടെയൊക്കെ കണ്ടില്ല നമ്മുടെ വാളരി, നോക്കിക്ക് കണ്ടോ, ഈ പരുവാക്കി നിർത്തിയിരിക്കുക. അപ്പം അതും ഇനി നമുക്ക് കിട്ടത്തില്ല, തരത്തില്ല എന്നാണ് തത്ത പറയുന്നത്. നോക്കി കണ്ടോ. അപ്പോൾ ഇതിനെയൊക്കെ നമ്മളങ്ങ് കളയുക. അപ്പോൾ ഇവിടെയൊക്കെ ദണ്ട പിടിച്ച് നിൽപ്പുണ്ട്. അതിനെയൊക്കെ നമുക്കെടുക്കാം. ഈ കൊലയ്ക്കകത്തൊക്കെ കുറേ പൂക്കൾ വരും. പക്ഷെ എല്ലാം ഒന്നും നമുക്ക് കായായിട്ട് കിട്ടിയെന്ന് വരത്തില്ല. അപ്പം ദണ്ട ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. അതിനെയൊക്കെ നമുക്ക് അടർത്തിയെടുക്കാം. കൊലയായിട്ട് പൂ പിടിക്കുന്നുണ്ട്. അത് ഈ പൂക്കളൊക്കെ കുറേയൊക്കെ നമുക്ക് കായായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജൈവ സ്ലറി അല്ലെങ്കിൽ ഫിഷ് അമ്മിനോ ഒക്കെ നമ്മൾ കലക്കി കൊണ്ടുവന്ന് ഒഴിക്കാന്നുണ്ടെങ്കിൽ, അതുപോലെ നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാന്നുണ്ടെങ്കിലും നമുക്ക് ഇഷ്ടം പോലെ വാളരി നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. ഇവിടെയൊക്കെ ദാണ്ട കൊലയായിട്ട് നിൽക്കുന്നുണ്ടോ, ഇവിടെ കുറേ പിടിച്ചിട്ടുണ്ട് കണ്ടോ. ഇത് മൂക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ പറിച്ചെടുക്കണം. മൂത്ത് പോയാൽ ഇതിനൊരു ടേസ്റ്റ് കാണത്തില്ല. ദാണ്ട ഇവിടെ നിൽക്കുന്നുണ്ടോ. പിന്നെ ഇവിടെ നിർത്തിയിരുന്നാൽ നമുക്കിതിനെ കിട്ടത്തില്ല. അതുകൊണ്ട് നമുക്കതിനെയൊക്കെ ഇനി എടുക്കാം. ഇത് ചുമന്ന അരിയുള്ള വാളരിയാണ്. ഇത് നല്ലതുപോലെ പടർന്ന് കയറി അങ്ങ് പോകും. ഇതൊരു മരത്തിൻ്റെ അടുത്തോട്ടൊക്കെ കയറ്റി വിടുന്നതായിരിക്കും നല്ലത്. നമ്മളടുത്ത് നിന്നാൽ പോലും ഈ വാളരി നമ്മളെ ചുറ്റി വരിഞ്ഞു കളയും. അത്ര രീതിയിലാണ് ഇത് വളർന്ന് വരുന്നത്. ഇത് കണ്ടപ്പോൾ ഒരു തോരനുള്ളതായി. ഒരു മെഴുക്കുവരട്ടിക്ക് കൂടെ നമുക്ക് എടുക്കാം. അപ്പോൾ അതിൻ്റെ ചെവിട് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇത് ചെവിട് കണ്ടോ, വളഞ്ഞ് 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 നമ്മളൊരു കൊച്ചു കമ്പായിരുന്നു കുത്തി കൊടുത്തത്. അപ്പോൾ ആ കമ്പില്ലേലും ഞങ്ങളിവിടെ അങ്ങ് നിന്നോളൂ എന്നുള്ള രീതിയിലാണ്. പാമ്പ് പിണഞ്ഞ് പോയേക്കുന്ന മാതിരിയാണ് പോയേക്കുന്നത്. ഇവിടെ മൊത്തം ഇനി വേറെ ഒന്നും നടാനൊക്കാത്ത രീതിയിൽ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽപ്പുണ്ട്. പക്ഷേ എൻ്റെ തോരനും മെഴുക്കുവരട്ടിയും സൂപ്പറാണ്. മുറ്റുന്നതിന് മുമ്പേ പറിക്കണമെന്ന് മാത്രം. നല്ലതുപോലെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം, എങ്കിലേ ഇത് നല്ലതുപോലെ കായൊക്കെ പിടിക്കത്തുള്ളൂ. അപ്പം കുറച്ചുകൂടെ നമുക്ക് പറിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ അടുത്ത് നിൽക്കുന്ന മരങ്ങളിലോട്ടെല്ലാം ഇതങ്ങ് കയറി പോയിട്ടുണ്ട് കണ്ടോ. അത് ഒരു തുമ്പിക്കൈ പോലെ ഒരു വള്ളി അങ്ങ് വീശും. എന്നിട്ട് അതിനെ കയറി ചുറ്റി പിണഞ്ഞങ്ങ് പോകും കേട്ടോ. എല്ലാം അടുത്ത് നിൽക്കുന്ന എല്ലാ മരത്തേലും. അപ്പോൾ അതിനകത്തെല്ലാം പൂക്കളും ഉണ്ട്, അതുകൊണ്ട് കായകളും ഒക്കെ പിടിച്ച് നിൽപ്പുണ്ട്. അവിടെ ഒരു മാവ് നിന്നായിരുന്നു. ആ മാവിനെ എല്ലാം ഒരു പരുവാക്കി കൊടുത്തിട്ടുണ്ട്. കണ്ട ഈ വാളരി നട്ടിട്ട് പടർന്ന് കയറി പോകുന്ന കണ്ടില്ലേ. ഇപ്പോൾ ഒരു ചീനിക്കമ്പ് നിന്നിട്ട് പോലും അതിനെ പോലും വെറുതെ വിടത്തില്ല. അതിനകത്ത് ദാണ്ട പടർന്ന് പന്തലിച്ച് ദാണ്ട കണ്ടില്ലേ, അതിനകത്ത് വാളരിയൊക്കെ പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ ആവശ്യത്തിനുള്ളതായ വാളരി നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് കിച്ചണിലോട്ട് കൊണ്ടുപോയിട്ട് അത് അരിഞ്ഞെടുക്കണം. എന്നിട്ട് നമുക്ക് കറിയൊക്കെ ആക്കിയിട്ട് ബാക്കി കാണിക്കാം. തോരൻ വയ്ക്കാനും മെഴുക്കുവരട്ടി വരട്ടാനും ഒക്കെ ആയിട്ട് നമുക്ക് 5-6 മുളക് വെച്ചണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റോയൽ ബ്ലാക്ക് മുളക് വെച്ച് കാണാം കേട്ടോ. നല്ല എരിവാണ്, കൂടുതലൊന്നും ഇടണ്ട. അത്യാവശ്യം 1-2 ഒക്കെ ഇടുമ്പോഴത്തേക്ക് തന്നെ നല്ല എരിവാണ് ഇതിന്. അപ്പം ഇതിൻ്റെയൊക്കെ വിത്തുകൾ ആവശ്യമുള്ളവർ നമ്മുടെ വെബ്സൈറ്റിൽ ഒന്ന് കയറി നോക്കിയാൽ നിങ്ങൾക്ക് പലതരത്തിലുള്ളതായ മുളകിൻ്റെയും പയറിൻ്റെയും വാളരിയുടെയും ഏത് വിത്ത് വേണമെങ്കിലും വാങ്ങിക്കാം കേട്ടോ. നല്ല സൂപ്പർ മുളകാണ്, ഇഷ്ടംപോലെ പിടിക്കുന്നതാണ്, നല്ല എരിവാണ്, ഗുണമാണ്. പേര് തന്നെ അതിന് അന്വർത്ഥമാവുന്ന പേര് തന്നെയാണ് കേട്ടോ, റോയൽ ബ്ലാക്ക് മുളക്. ഇപ്പോൾ ഇവിടെ എല്ലാം നമ്മുടെ പച്ചമുളക് നിൽക്കുന്നുണ്ടോ, പച്ചക്കറി മുളക്. നമ്മുടെ സൈറ്റിലൂടെ കൊടുക്കുന്ന പച്ചക്കറി മുളകിൻ്റെ വിത്തുകൾ ഇട്ടിട്ട് കിളിപ്പിച്ചെടുത്തതാണ്. പച്ചമുളക് കിളിക്കുന്നില്ല എന്നൊന്നും ആരും പറഞ്ഞേക്കരുത്. നല്ല നല്ല ടിപ്സും കാര്യങ്ങളും വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് പച്ചമുളക് കൃഷിയൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് നോക്കുക. ഒരുപാട് വെയിൽ കിട്ടുന്നിടത്ത്, ഡയറക്റ്റ് വെയിൽ കിട്ടുന്നിടത്ത് നടാതെ ഇരിക്കുക. പിന്നെ നമ്മുടെ വീട്ടിലെ കഞ്ഞിവെള്ളവും ചാരവും ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് കൃഷി ചെയ്യാവുന്നേ ഉള്ളൂ. അധികം വളപ്രയോഗം ഒന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ എടുക്കണം, നമുക്ക് എടുത്തുകൊണ്ട് വരാം. അപ്പം ഇത് കറി വെക്കാനായിട്ട് സ്വല്പം കറിവേപ്പിലയും കൂടെ നമുക്കെടുക്കാം. കറിവേപ്പിലയെ കുറിച്ച് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇഷ്ടം പോലെ കറിവേപ്പിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. എങ്ങനെ വളർത്തിയെടുക്കാമെന്നും ഒക്കെ ഉള്ളതായ നല്ല നല്ല വീഡിയോസ് ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇതേപോലെ സ്വന്തമായിട്ട് കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കണം എല്ലാവർക്കും കേട്ടോ. നമുക്കിനി പോകാം. അപ്പോൾ നമ്മുടെ തത്ത കടിച്ച് വാളരിയൊന്നും വെറുതെ കളയണ്ട, അതൊന്നും കഴിക്കാനിവിടെ ആളുണ്ട് കേട്ടോ. നമ്മുടെ അമ്മണിക്കുട്ടി കഴിക്കുന്നുണ്ട്. ഇഷ്ടമായ അമ്മണി? പയ്യെ തിന്നാൽ മതി. അമ്മണി പിന്നെ വിശന്നാലും കരയത്തില്ല, ദാഹിച്ചാലും കരയത്തില്ല. അവൾക്ക് എപ്പോഴാണോ കൊടുക്കുന്നത് അവൾ അന്നേരം മതി വെക്കും. പാവം അമ്മണി. ഇവിടെ ഒന്നും വേസ്റ്റ് ആവാറില്ല കേട്ടോ. അമ്മണി കഴിക്കുന്നതിൻ്റെ ബാക്കി നമ്മുടെ കോഴിക്ക് കൊടുക്കാം. അവർ കോഴികൾ കാടിയൊക്കെ അധികം വന്നാൽ അവരങ്ങ് കുടിച്ചോളും. ബ്രൂണോയും ബ്രൗണിയും കഴിച്ചതിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ അത് കോഴിക്ക് കൊടുക്കാം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ബന്ധപ്പെട്ട് കിടക്കുക. നമ്മൾ കഴിക്കുന്നതിൻ്റെ ബാക്കി വേസ്റ്റൊക്കെ ഇവരൊക്കെ കഴിച്ചോളും. അങ്ങനെ എന്തോ വേണം. അവർ നല്ല വളമായിട്ട് നമുക്ക് തരികയും ചെയ്യുന്നുണ്ട്. നമ്മുടെ കാര്യങ്ങളൊക്കെ ഇവിടെ കൃഷിയും കാര്യങ്ങളെല്ലാം നടക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ മെഴുക്ക് പുരട്ടിക്ക് വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നീളത്തിലാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഒരു സവോള എടുത്തിട്ടുണ്ട്. പിന്നെ തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് കുനുകുന അരിഞ്ഞിട്ടുണ്ട്. അതിനകത്തും ഒരു സവോള എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇനി അരയ്ക്കാനുള്ളത് തേങ്ങ എടുത്തിട്ടുണ്ട്. അതും നമ്മുടെ സ്വന്തമാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. പിന്നെ ആവശ്യത്തിന് 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, സ്വല്പം ജീരകം, പിന്നെ കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില എടുത്തിട്ടുണ്ട്. മുളക് പൊടി ഞാൻ എടുത്തിട്ടില്ല, പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അതിപ്പോൾ ഒന്ന് മിക്സിക്കകത്തിട്ടൊന്ന് ഒതുക്കി കൊണ്ടുവരാം. അപ്പം തേങ്ങ നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാചകം തുടങ്ങാം. അപ്പം നമ്മൾ തവ അടപ്പ് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് സ്വല്പം കടുക് പൊട്ടിക്കുക, കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നതായ വാളരിപ്പയർ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങ കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ആവശ്യത്തിന് ഉപ്പൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി വയ്ക്കാം. ഇതിന് ഇച്ചിരി തേങ്ങയൊക്കെ നല്ലതുപോലെ ഇട്ടാൽ നല്ല ടേസ്റ്റ് കൂടത്തുള്ളൂ കേട്ടോ. പക്ഷെ നമ്മുടെ വാളരിയും നല്ല അടിപൊളി ഒരു സാധനമാണ്. നാരടങ്ങിയ ഒരു പച്ചക്കറിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് സിമ്മിലിട്ട് വേവിച്ചാലും മതി. ആവി കൊണ്ടങ്ങ് കിടന്നങ്ങ് വെന്തോളും. നമുക്കതിനെ അടച്ച് വയ്ക്കാം. തീ കുറച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇനി അടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ മെഴുക്ക് പുരട്ടിയാണ്. മെഴുക്ക് പുരട്ടിക്ക് നമ്മളൊരു തവ അടുപ്പ് വെച്ചു. അതിനകത്ത് ഒന്ന് ചൂടായതിന് ശേഷം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. എല്ലാവരും കൂടെ അവിടെ കിടന്ന് പൊട്ടട്ടെ. കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി അതിനകത്തോട്ട് നമ്മുടെ വാളരിപ്പയർ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മാത്രം ഉപ്പും ഇട്ടുകൊണ്ട്
നമുക്കിതൊന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. ഒന്ന് എല്ലായിടും ഒന്ന് എണ്ണയും ഒക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് ബാക്കി മസാലയൊക്കെ ഇട്ട് കൊടുക്കാം. സ്വല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. അതിന് ഇച്ചിരി വേവുണ്ട്. ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം. പിന്നെ അവിടെ കിടന്ന് ആവിയിൽ കിടന്നൊന്ന് വേവട്ടെ. നമ്മുടെ തോരനൊന്ന് തുറന്ന് നോക്കിയാലോ. നല്ലതുപോലെ ആവിയൊക്കെ പറക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. തീ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. ഒന്നുകൂടെ വേവട്ടെ. നമ്മുടെ മെഴുക്ക് പുരട്ടി എന്താണെന്ന് നോക്കാം. മെഴുക്ക് പുരട്ടി നല്ലതുപോലെ ആവിയൊക്കെ കയറിയിട്ടുണ്ട്. ഇച്ചിരി തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റട്ടെ. അപ്പം നമ്മുടെ തോരൻ നോക്കാമേ. തോരൻ്റെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഓക്കെ. നമ്മൾ പച്ചമുളക് അരയ്ക്കുമ്പോൾ നമ്മുടെ തോരൻ്റെയും അവിയലിൻ്റെയൊക്കെ കളർ കണ്ട് ഇങ്ങനെ ഇരിക്കും. മുളക് പൊടി ഇടുമ്പോഴത്തേക്ക് നിറവും തുടങ്ങും മാറും. അപ്പോൾ അതിനെ ഓഫ് ചെയ്യാം. തുറന്ന് നോക്കട്ടെ. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഏകദേശം പറ്റിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെക്കാം. 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. നല്ലൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. സ്വല്പം മഞ്ഞൾപ്പൊടി. പിന്നെ ഇടുന്നതെന്ന് വെച്ചാൽ ഞാൻ സ്വല്പം പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ഇടും. സ്വല്പം മതി കേട്ടോ. എല്ലാം കൂടെ ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. ഞാൻ ഇരുന്ന് ഈ എരിവും എല്ലായിടും ഒന്ന് പിടിക്കട്ടെ. ഫ്രൂട്ട് ഒന്ന് ഫ്രൈ ആവണം. അപ്പം നമ്മുടെ മെഴുക്ക് പുരട്ടി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഓക്കെ. അങ്ങനെ നമ്മുടെ വാളരിപ്പയർ തോരനും വാളരിപ്പയറിൻ്റെ മെഴുക്ക് പുരട്ടിയും റെഡി ആയിട്ടുണ്ട്. ഓണത്തിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ 4 കറികൾ തയ്യാറാക്കിയിട്ടുണ്ട്. നേരത്തെ ഇഞ്ചിക്കറിയും പച്ചടിയും ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ തോരനും മെഴുക്ക് പുരട്ടിയായിട്ടുണ്ട്. ഇനി അടുത്ത കറിയായിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ വരാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വാളരി കൊണ്ടുള്ളതായ തോരനും അതേപോലെ തന്നെ മെഴുക്ക് പുരട്ടിയും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ നട്ടെങ്കിൽ മാത്രമേ നമുക്ക് വിളവെടുത്തിട്ട് ഇതേപോലെ കറികളൊക്കെ വെക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതേപോലെ കറികളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ വിത്തുകൾ ഒക്കെ വാങ്ങണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minis-lifestyle.com ഒന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വിത്തുകളും ഗ്രോ ബാഗും ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ട് നിങ്ങൾ ഇതേപോലെ കറി വെക്കാനായിട്ടൊക്കെ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.